പറമ്പും വിറ്റ് പറിക്കാൽ തന്നെ അത്രയും കാശൊന്നും കിട്ടൂല. അതൊന്നും സാരമല്ല വേണേ. ഇതിനേക്കാളും കാശ് കൊടുത്ത് ജോലിക്ക് കയറാൻ ധാരാളം പേരുണ്ട്. പെങ്ങളങ്ങ് സമ്മതിക്കും. അമ്മയ്ക്കറിയാമല്ലോ എൻ്റെ ആഗ്രഹം. ഇത് മാത്രമാണ് ഇനിയുള്ള അവസാന പിടിവള്ളി. മക്കളുടെ ആഗ്രഹം അതാണെങ്കിൽ അമ്മ എതിര് നിൽക്കുന്നില്ല. ബാല, എത്രയും പെട്ടെന്ന് ഈ വീട് സ്ഥലം വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിന് പറ്റിയ ആൾക്കാർക്ക് എൻ്റെ കസ്റ്റഡിയുണ്ട്. അവിടെ 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 ആ കമുങ്ങിൻ്റെ അപ്പുറത്ത്. അവിടെ തന്നെ. എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ പെങ്ങൾക്കറിയാമല്ലോ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ. അതൊന്നും വേണ്ട. ഞാൻ ഒരു വാടക വീട് തരപ്പെടുത്തിയിട്ടുണ്ട്. പോരെ ഇത്? വാമോ. ആ വാ ഇരിക്കുക. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളെ കൊണ്ടുവരുന്നേ. നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടാ കാത്തിരുന്നേ. ആകെ ഉണ്ടായിരുന്ന വീട് സ്ഥലം വിറ്റ കാശാ സാറേ ഇത്. അവന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു അധ്യാപകനാകണമെന്നുള്ളത്. അതിനെന്താ, ആഗ്രഹം സഫലമായില്ലേ? നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. ശരി സാർ. ആ പിന്നെ സ്കൂളിന് അതിൻ്റെതായ ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വിശദമായിട്ട് തന്നെ എച്ച് എം പറഞ്ഞു. അതുപോലെ ചെയ്യാം സാർ. സാറ് പറഞ്ഞത് മുഴുവനും ഉണ്ട്. ആ ഇറങ്ങട്ടെ സാർ. ഓ ഓ ശരി എന്നാ. ശരി സാർ. ഓ ഓ അമ്മേ, ഞാൻ പോയിട്ട് വരാം. സന്തോഷമായിട്ട് പോയിട്ട് വാ മോനെ. ശരി അമ്മ. കുട്ടികളെ ഉപദ്രവിക്കല്ലേ. ഇല്ല, അമ്മയ്ക്കറിയില്ലേ, അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മേ. ഞാൻ തിങ്കളാഴ്ച പോവുകയാണ്. പോയിട്ട് വേണം. ഗൾഫുകാരുടെ ജീവിതമല്ലടാ. എന്ന് വരുമെന്നോ എന്ന് പോകുമെന്നോ പറയാൻ പറ്റത്തില്ല. എടാ പിന്നെ നീ ജോലിക്ക് കൊടുത്ത കാശ് എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇത്രയും കാശൊക്കെ ഞാൻ സുഹൃത്തിലെ കണ്ടിട്ടുള്ളൂ. നീ വിഷമം വിചാരിക്കരുത്. ഒന്ന് പോടാ. നീ ചെയ്ത ഉപകാരങ്ങൾ തന്നെ മഹാഭാഗ്യം. ഇതിലപ്പുറം ഞാൻ എന്ത് പ്രതീക്ഷിക്കും? എയർപോർട്ടിൽ നീ പഴയ പോലെ കൊണ്ടുവിടാൻ വരില്ലടാ. ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നില്ലേ ഉള്ളൂ. എങ്ങനെയാടാ ഉടൻ ലീവ് എടുക്കുന്നത്? ശരി, ഓക്കെ, പോയിട്ടോ. ശരി. ആ ഓക്കെ. സാർ, ഗുഡ് മോർണിംഗ് സാർ. ആ നമസ്തേ. നമസ്തേ. ഞാൻ ഗോപാലകൃഷ്ണൻ. ആ ശരി, മാനേജർ വിളിച്ച് പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ അനന്തൻ മാഷ് PT സാറാണ്. ഹലോ സാർ. സാറേ, ഇത് പുതിയതായിട്ട് ജോയിൻ ചെയ്ത സാറാണ്. മലയാളം അധ്യാപകനാണ്. ഗോപാലകൃഷ്ണൻ സാറാണ്. ശരി സാർ, വെക്കോ. ആ, ഇരിക്കണം. താങ്ക് യു സാർ. സാറേ, ഞാൻ ആ ക്ലാസ് കാണിച്ചു തരാം. അങ്ങോട്ട് പോവാം. ബാഗ് അവിടെ ഇരിക്കട്ടെ. ശരി സാർ. വരണം സാർ.
നിങ്ങളുടെ പുതിയ അധ്യാപകനാണ്. ഇന്നു മുതൽ ഈ സാറ് നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. സാറിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ സാറെന്നാണ്. ഇന്നു മുതൽ നിങ്ങളെ മലയാളം പഠിപ്പിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറാണ്. കുഴപ്പമില്ലല്ലോ? സന്തോഷമാണല്ലോ? ശരി, ഓക്കെ. സാറ് ക്ലാസ് തുടങ്ങിക്കും. നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കമാണ് അല്ലേ? ഈ തുടക്കത്തിന് ഞാൻ പഠിപ്പിച്ചിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? പിന്നെ നിങ്ങൾക്ക് എന്താണ് കഥ കേൾക്കണോ? അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ, മകൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുട്ടു കണ്ണീർ, 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി, പരമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ, അമ്മതൻ മണിക്കുട്ടൻ കൂട്ടിരി കത്തിച്ചവോ സാറേ, ആ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കണം. നമ്മളെല്ലാവരും കൂടെ ഉള്ളൂ ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ശരി സാറേ, ഞാൻ നോക്കാം. സാറേ, ആ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്തേക്ക് വരാം. ശരി ശരി. സാർ ഇതിരിക്കട്ടെ. കുഴപ്പമില്ല സാറേ, ഇരിക്കട്ടെ. കുഴപ്പമില്ല സാറേ, ഇരിക്കട്ടെ. സാറേ, ഇത് നമ്മളെ ഉണ്ടായിട്ടൊന്നുമല്ല, എപ്പോഴും കിട്ടിയെന്നും വരൂല. ഇരിക്കട്ടെ. ഗോപാലകൃഷ്ണൻ സാറേ, സാറിതൊന്നും കാര്യമാക്കണ്ട. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്. സാർ കാര്യമാക്കണ്ട. സാറ് വിഷമിക്കണ്ട സാറേ, ഇതൊന്നും കാര്യമാക്കണ്ട. ആ സാറിരിക്കുന്നു. ഇതാ സാർ. ഇരിക്കട്ടെ സാർ. അത് സാരമല്ലേ സാർ? സാറേ, ഇത് നമ്മളെ ഉണ്ടായിട്ടൊന്നുമല്ല, എപ്പോഴും കിട്ടിയെന്നും വരൂല. മക്കളെ, അമ്മയ്ക്കുള്ള മരുന്ന് തീർന്നിട്ട് 2-3 ദിവസമായി. നീ വരുമ്പോൾ അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ച് കഞ്ഞി വയ്ക്കാനുള്ള അരിയും കൂടെ വാങ്ങിച്ചോണ്ട് വന്നേ മക്കളെ. ഗുഡ് മോർണിംഗ്. ഇരിക്കെല്ലാവരും. നമുക്കിന്ന് രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാം. ഓരോ കാലഘട്ടത്തിലും ഓരോ ഭരണകർത്താക്കൾ വ്യത്യസ്തമായ ശൈലിയിലാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. മസ്റ്ററിങ് ചെയ്യണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എപ്പോഴെങ്കിലും ചെയ്താൽ പോലെ കടമെടുക്കാൻ കിട്ടിയില്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യുന്നത്? ഇത് മരുന്ന് വാങ്ങിക്കുമ്പോഴില്ല എല്ലാടി കണ്ടിട്ട് എല്ലാടിയില്ലല്ലോ ഞാൻ സാറേ, ചായലും കരുത പൈസയും പോയി. കഷ്ടം തന്നെ, ഒരു ചായലും കരുത പൈസ കൊടുക്കാനില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല സാറേ, ഇങ്ങനത്തെ ശീലങ്ങളൊന്നും വെച്ച് വളർത്ത്. കുഴപ്പമില്ല സാറേ.
ഞാൻ കൊടുത്തോളാം, സാർ വയ്ക്കും. ആ വാ സാറേ, പോവാം. സാർ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അയ്യോ സാർ, ഒപ്പിടല്ലേ? എന്താ സാർ? ഡിവിഷൻ ഫോളാണ്. മാനേജറൊന്നും പറഞ്ഞില്ലേ സാർ? ഇല്ല, മാനേജറൊന്നും പറഞ്ഞില്ല. മാനേജറുമായിട്ട് ഞാൻ സംസാരിച്ചതാണല്ലോ. സാർ എൻ്റെ അടുത്ത് മാത്രം എന്തിനാണ് സാർ വിവേചനം കാണിക്കുന്നത്? എനിക്കെന്ത് വിവേചനം? സാറ് മാനേജറുമായിട്ട് തന്നെ സംസാരിക്കണം. എനിക്ക് അവർ പറയുന്നതല്ലേ ചെയ്യാൻ പറ്റും. സാർ എനിക്കിനി പഠിപ്പിക്കാൻ പറ്റൂലേ സാർ? സാറൊന്ന് മാനേജറുമായിട്ട് സംസാരിക്കണം. നീർത്തോടു തേടി ഞാൻ ചിന്തയിൽ കണ്ണുനീരിട്ടു വീണു. അന്തിതി തെരിക്കെണ്ണയില്ലാതലഞ്ഞപ്പോൾ എന്നുള്ളിൽ കത്തി കരിഞ്ഞിടുന്നു. അന്തിതി തെരിക്കെണ്ണയില്ലാതലഞ്ഞപ്പോൾ എന്നുള്ളിൽ കത്തി കരിഞ്ഞിടുന്നു. ദാഹിച്ചു കേടുന്ന വേഴാമ്പലാണു ഞാൻ. ആരുണ്ട് ദാഹനീരിറ്റിക്കുവാൻ? ദാഹിച്ചു കേടുന്ന വേഴാമ്പലാണു ഞാൻ. ആരുണ്ട് ദാഹനീരിറ്റിക്കുവാൻ? ആയുസ്സും ആശയും ആത്മാഭിമാനവും ആത്മഹർഷങ്ങളും ഉൾത്തുടിപ്പും. എന്തു മക്കളെ, നീ നേരത്തെ വന്നതെന്ത്? നിന്റെ മുഖം എന്ത് വല്ലാതിരിക്കുന്നത്? എന്തു മോനെ? അമ്മ, എന്റെ ജോലി പോയി. ഡിവിഷൻ ഹോളായി ജോലി പോയി അമ്മ. എന്റെ ദൈവമേ, ഈശ്വരാ! എന്താ എല്ലാരും പ്രയാസപ്പെട്ടിരിക്കുന്നേ? നീ വല്ലതും അറിഞ്ഞോ? ഞാൻ അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. എനിക്ക് ഈ കാര്യം ഇവിടെ വന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. എന്താടാ? ഈ കല്യാണം നടക്കില്ല. അതെന്താ? ഗോപാലകൃഷ്ണന്റെ ജോലി കണ്ടിട്ടാണ് അവർ ഈ കല്യാണത്തെ സമ്മതിച്ചത്. ജോലിയില്ലാത്ത സ്ഥിതിക്ക് അവർക്ക് താല്പര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും, കൊടുത്ത കാശ് തിരിച്ചു മേടിച്ച് വേറെ എന്തെങ്കിലും വഴി നോക്കും. ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത് തന്നെയാണ് നല്ലത്. എന്തിനാണ് ഈ നരകത്തിൽ പെൺകുട്ടിയെ കൂടിക്കൊണ്ടുവന്ന് ദ്രോഹിക്കുന്നത്? ആരാ? എന്താ? മാനേജർ സാറില്ലേ, ഒന്ന് കാണണം. ആ, സാറകത്തുണ്ട്. സാറിനെ ഞാൻ ഇപ്പോൾ പോയി വിളിക്കാം. ഇപ്പം വിളിക്കാമേ. സാറിപ്പോൾ വരുവേ. നമസ്കാരം സാർ. എന്താ ഫോൺ വിളിച്ചപ്പോൾ തന്നെ വരണ്ടെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പറയല്ല സാർ. ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അതൊന്നും എനിക്കറിയില്ല. കുട്ടികൾ കുറവായതുകൊണ്ട് ഡിവിഷൻ ഫോളായി. അതുകൊണ്ട് 2-3 അധ്യാപകരെ പറഞ്ഞു വിടുകയും ചെയ്തു. എന്റെ സ്വപ്നമായിരുന്നു സാർ. ഇതൊന്നും എന്റെ തെറ്റല്ല.
നിങ്ങളെ വേറെ എന്തെങ്കിലും പണി നോക്ക്, ചെല്ല്. അയ്യോ സാറേ, അങ്ങനെ ഒന്നും പറയല്ലേ. എന്റെ മോൻ ഒത്തിരി ആഗ്രഹിച്ചതാ. നിങ്ങൾക്കെന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇതൊന്നും ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. സാർ ഞങ്ങൾ തന്ന കാശിനെ കുറിച്ചൊന്നും സാർ പറഞ്ഞില്ല. കാശോ? ഏത് കാശ്? ഇതൊന്നും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വേറെ വല്ല ജോലി നോക്ക്, ചെല്ല്. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശാണ് സാറേ, അത് തിരിച്ചു തരണം. സാർ ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കായിരുന്നു. വിടണോ? ഇവിടെ ഏതെങ്കിലും മാനേജ്മെന്റ് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുത്ത ചരിത്രമുണ്ടോ? അയ്യോ സാറേ, അങ്ങനെ ഒന്നും പറയില്ലേ. സാറിന്റെ കാര്യം പിടിച്ചോണ്ട് പോടോ. രണ്ടരെ പിടിച്ച് പുറത്താക്കണ. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ സ്കൂളിലെ ഒരു ടീച്ചർ തൂങ്ങി നിൽക്കുന്നത് കണ്ടതാണ്. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ഓ, താൻ പോയി ചെയ്യണോ? അവന്റെ ഒരു ആത്മഹത്യാ ഭീഷണി. മനുഷ്യൻ മെനക്കെടുത്ത പുള്ളിക്ക് സാധനം കടം കൊടുക്കാം. എന്തിനു കൊടുത്ത്? ഇങ്ങനെ ചുമ്മാ വെറുതെ കടന്മാരി കൊടുത്തു കഴിഞ്ഞു. ഇനി മേലെ വന്നാൽ ഞാൻ അറിയാതെ കടം കൊടുക്കരുത് കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ സാധനം കൊടുക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞയക്കുക. ഗോപാലകൃഷ്ണൻ സാറിനെ ഈ പരിപാടി കൂട്ടാൻ പറ്റൂല. അങ്ങനെ പൈസ ഇല്ല, ഒന്നുമില്ല. അവസാനം ആ പൈസ കൂടെ നമ്മളിടേണ്ടി. എന്ത് നല്ല അധ്യാപകനായിരുന്നോ. ഓ, എത്ര നല്ല കുടുംബത്തിൽ ജനിച്ച മനുഷ്യന് ജോലിയുടെ പേരിൽ എല്ലാം വിറ്റ് തീർച്ചത് ഇപ്പൊ നടക്കണ കണ്ടില്ല. കാശോ? ഏത് കാശ്? ഇതൊന്നും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വേറെ വല്ല ജോലി നോക്ക്. സഹിക്കാൻ പറ്റണ മക്കളെ. അമ്മ കരഞ്ഞതിനും കരഞ്ഞു തീർത്തതിനും നല്ല അർത്ഥം ഉണ്ടോടെ മക്കളെ. നീ ഇങ്ങനെ കുളിക്കാതെയും നടിക്കാതെ ഇരുന്ന അമ്മയ്ക്ക് എത്ര സമാധാനം ഉണ്ടാവൂടെ മോനെ. എല്ലാം പോട്ട് മോനെ, നീ ധൈര്യമായിരിക്കെ. അമ്മയ്ക്ക് നീ മതി മോനെ, എന്റെ പൊന്നു മക്കളെ. എന്റെ പൊന്നു മക്കളെ, പോട്ടാ കരയണ്ട മോനെ. എനിക്ക് പഠിപ്പിക്കാൻ പോകാൻ പറ്റൂല അമ്മ. എനിക്ക് പഠിപ്പിക്കാൻ പോകാൻ പറ്റില്ല അമ്മ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എന്തിനാണ്? നമുക്ക് പഴയ വീട്ടിൽ പോവാം. എനിക്ക് പഠിപ്പിക്കാൻ പോകണം. പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ അമ്മ? നമ്മുടെ പഴയ വീട് എന്തിനാ വിറ്റത്? എന്തു നല്ല വീടല്ലേ. കൊട്ടാരത്തില് എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോണ പിള്ളേർക്ക് മാർക്ക് കുറവാണ്. പിള്ളേർക്ക് മാർക്ക് കുറവാണ്. പിള്ളേർക്ക് മാർക്ക് കുറവാണ്. എന്തൊരു കാണിക്കുന്നത്? എനിക്ക് പഠിപ്പിക്കാൻ
എനിക്ക് അവിടെ പിള്ളേരെ പഠിപ്പിക്കണം. സാർ വരൂ. ഓ ഓ ഓ ഓട്ടോ. ആ ഇരിക്കും എല്ലാവരും ഓട്ടോ വിളിക്കണ്ട. സാറ് വാ, നമുക്കെല്ലാം ശരിയാക്കാം. അമ്മേ അമ്മേ മോനെ, നീ എങ്ങോട്ടാ ഇറങ്ങിപ്പോയത്? കുറച്ച് നേരത്തെ ഇവിടെ എനിക്ക് കണ്ടല്ലേ. നീ എങ്ങോട്ട് ഇറങ്ങിപ്പോയത്? നിനക്ക് എന്ത് പറ്റിയത്? മോനെ, നിങ്ങളൊക്കെ ആരാ? അമ്മേ, സാറ് പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ സ്റ്റാഫുകളാണ് ഞങ്ങൾ. ഗോപാലകൃഷ്ണൻ സാറിനെ പുറത്തോട്ടൊന്നും ഇനി വിടരുത്. അത് സ്കൂളുകാർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. വാ സാറേ, നമുക്ക് പോവാം. ഈ അമ്മയുടെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയ എങ്ങനെയാണെന്ന സാറാ. എന്താടാ ഇത്? എന്താ നിന്റെ കോലം? പണ്ടത്തെ കളിയും തിരി ഒന്നും നിനക്കില്ലല്ലോടാ. ഈ അമ്മയെ നോക്കാനുള്ള നീയല്ലേടാ ഇങ്ങനെ കോലം കിട്ടുന്നത്? എണീര് മോനെ, പോയി കുളിച്ച് റെഡിയായി വാ. നമ്മുടെ സ്വത്തും പണവും എല്ലാം പോട്ടെ. ഈശ്വര, ചുമ്മാതല്ല, ഇതുപോലെ കിടപ്പടം വിറ്റ് കാശ് കൊടുത്തിട്ട് കഷ്ടത അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നീ വന്നത് അറിയുന്നുണ്ടോ? എത്ര മാസമായിടാ വാടക കൊടുത്തിട്ട്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയണം. നിന്നെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോകണത്? ഈ അമ്മയുടെ കണ്ണീര് എന്നായിരുന്നാലും ഈശ്വരൻ കാണാതിരിക്കുമോ? എണീക്ക് പോലെ, എണീക്ക്, എന്റെ പൊന്നു പോലെ എണീക്ക്. തിരയണഞ്ഞൊരു 100 നൊമ്പരങ്ങൾ കരയെ വീടേ കനവെ വീടേ എരിഞ്ഞ ഗോപുരമുടഞ്ഞു തരിയായി കരളേ കരയല്ലേ പരിഹാസത്തിരയിൽ കരിവിളക്കായി കളരി മന്ദിരമടയുന്നു പുരനിണച്ചാലായി ഒഴുകുന്നു പരമ്പൊരുളേ പടിയടഞ്ഞല്ലോ. സ്വരമുരയായി നാവിലിഴയുന്നു കർപ്പൂരമായെരിഞ്ഞടങ്ങി കനൽ. സ്വരമുരയായി നാവിലിഴയുന്നു കർപ്പൂരമായെരിഞ്ഞടങ്ങി കനൽ. കാരിരുമ്പിൽ പഴുത്തു കരിഞ്ഞു ഓരിലത്താളിൻ്റെ നീല
ശരമേറ്റ് ശിഥിലമായി മോഹങ്ങളൊന്നാകെ മോഹങ്ങളൊന്നാകെ ഗോപാലേഷ് സാറിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ആരൊക്കെയോ എവിടെ വെച്ച് കണ്ടെന്ന് പറയുന്നു. പാവം, നല്ലൊരു സാറായിരുന്നു. ഇവിടെ ആരാ മരിച്ചേ? ഇവിടുത്തെ അമ്മ മരിച്ചു. ഗോപാലകൃഷ്ണൻ എവിടെ പോയെന്നറിയില്ല. ഇവിടുന്ന് കുറേ നാളായി പോയിട്ട്. അതോടെ അമ്മ കിടപ്പിലായി. ആ ഷിബുവേ, ആ കർമ്മങ്ങളുടെ കാര്യങ്ങളൂടെ നോക്ക്. അവരെ കൂടെ ഒന്ന് വിളിക്ക്. ശരി, നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ശരി എന്നാ ചെല്ലി, ഞാൻ ഇറങ്ങി. ആ പോ. ഗോപാലകൃഷ്ണന്റെ അറിവൊന്നുമില്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാമപുരത്ത് വെച്ച് കണ്ടതായി മാഷ് പറഞ്ഞു. എനിക്കാണെങ്കിൽ ശ്രദ്ധിക്കാനും പറ്റിയില്ല. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. അവൻ്റെ അവസ്ഥ ഇത്രയും മോശമാണെന്ന് ആരും എന്നോടൊന്നും പറഞ്ഞില്ല. കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ രാമപുരത്ത് പോകുന്ന വഴി ഏതാണ്? ആ ഓക്കെ. എന്തിനറിയാം? പഠിക്കണം പഠിക്കണോടാ, പഠിക്കണം. അല്ലാതെ ഇങ്ങനെ നീ കുറവും പെട്ടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ലടാ. ചേട്ടാ ഗോപാലകൃഷ്ണൻ കൃഷ്ണ എന്തോ ചെയ്യണത്? പഠിക്കണം, നല്ല നിലയിലെത്തണം.
നിങ്ങൾക്ക് ഇയാൾ അറിയാമോ? പിന്നെ ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഇയാൾക്ക് എന്താ പറ്റിയത്? എൻ്റെ അടുത്ത് വന്നപ്പോഴേ ഇങ്ങനെയാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. കൃഷ്ണ, എണീക്കട. ഇവിടെ നീ എന്തെങ്കിലും അറിഞ്ഞായിരുന്നു? ഇവിടെ നിന്റെ അമ്മ പോയടാ. അമ്മ അമ്മ പാടാ, നമുക്ക് പോണ്ടേ? നിന്റെ അമ്മയെ അവസാനമായിട്ട് കാണണ്ടേ? ഇവിടെ പാടാ, നമുക്ക് വീട്ടിൽ പോകാം. അമ്മ വീട്ടിൽ പോകാം. പാടാ. അമ്മ ഓ അമ്മ 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 കിടക്കണാ. അമ്മക്ക് ചോറ് വേണം അമ്മ. അമ്മ ഒത്തു പറഞ്ഞ ചോറ് തിന്നെ അമ്മ. അപ്പാ ചോറ് തിന്നെ. അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ഓ കഴിക്കമ്മ, ഒത്തുപോലെ ചോറ് കഴിക്കമ്മ. ഓ പറഞ്ഞാ കേക്കുവോ? പറഞ്ഞാ കേക്കൂലല്ലോ. വാഹനം കഴിച്ചില്ലെങ്കിൽ കിടന്നു പോകൂലേ? എത്ര തവണ പറഞ്ഞു കണ്ടി? പറഞ്ഞാ കേക്കുവോ? എന്തൊരു പറയാനെന്ന്. ഇതൊക്കെ എന്തൊരു വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ തലയ്ക്കകത്തൊന്നും കേറില്ല. ചോറ് തിന്നില്ല. അമ്മക്ക് എന്തെങ്കിലും വേണ്ടി ചോറ് തിന്നില്ല. അമ്മക്ക് ചോറ് കൊടുക്കില്ലേ? നിന്റെ അമ്മക്ക് നീ ചോറ് കൊടുക്കൂലേ? ഓ അമ്മ ആ ചോറ് തിന്നമ്മ. ഓ തിന്നമ്മ. അമ്മ തിന്നമ്മ. അമ്മക്ക് ക്ഷീണം, ഭയങ്കര ക്ഷീണം. അമ്മക്ക് ക്ഷീണം. അമ്മ കിടക്കണ കണ്ട? അതാ നോക്ക് നോക്ക്. അമ്മ കിടക്കണ കണ്ട? അമ്മ ക്ഷീണിച്ച്. അമ്മ സമയത്തിന് ആഹാരം കഴിക്കൂലോ. കണ്ട 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 നോക്കണ്ടേ? ഞാൻ പഠിച്ചുന്നതയിലെത്തണം. എന്താടാ ഇത്? നിനക്ക് ജീവിക്കാനുള്ളതൊക്കെ എന്റെ ഇല്ലേ? നിനക്ക് ഞാനുണ്ടടാ, ഞാനുണ്ട്. സ്വപ്നങ്ങൾക്ക് കരിനിഴലായി, ജീവിതാഭിലാഷങ്ങൾക്ക് കരടായി, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിയ നിമിഷങ്ങൾ ചുറ്റും അന്ധതയായിരുന്നു. മെനഞ്ഞു കൂട്ടിയത് പലതും സ്വപ്നങ്ങളായിരുന്നു. അതിന് കണ്ണുനീരിൻ്റെ ഉപ്പുരസമുണ്ടായിരുന്നു. ഹൃദയം കീറിമുറിച്ച അനുഭവങ്ങൾ പലതും സ്വപ്നങ്ങൾക്ക് കരിനിഴലായി. അഭിലാഷങ്ങൾ നേടിയെടുക്കാൻ പടവുകൾ തട്ടിയ നിമിഷം മനസ്സൊന്ന കൂടാരം തകർക്കപ്പെട്ടത് അപ്പോഴാണ്. അതെൻ്റെ ജീവിത അഭിലാഷങ്ങൾക്ക്